ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. എന്റെ പേര് കനക. അപ്പോ നമ്മുടെ ഇന്ന് ഡേ 10 ആയിരുന്നു കേട്ടോ. നമ്മുടെ ബിഗ് ബോസിന്റെ ഡേ 10 ആയിരുന്നു. അപ്പൊ ഇന്ന് എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രമോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ അനീഷിന്റെ വഴക്കാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. അത് കിച്ചണിലും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിന്റെ ഇടയിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ജീവിതകഥ, ലാസ്റ്റ് ജീവിതകഥയും ഒരു 3 പേരുടെ ജീവിതകഥ ഇന്നുണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ ഇമോഷണൽ എന്നാലും പഴയ പോലെ ഒരു വെറുപ്പിക്കൽ ലെങ്ത് ഇല്ലാത്തോണ്ട് അത്ര പ്രശ്നമില്ലാതെ അങ്ങ് പോയി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസിന്റെ ക്യാപ്റ്റൻസി ഒക്കെ നല്ല വൃത്തിക്കൊക്കെ നടന്നൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം, അത് നമ്മുടെ ബിഗ് ബോസിന്റെ മെയിൻ എപ്പിസോഡിൽ കാണിച്ചില്ല, ഇനിയിപ്പോ ബിഗ് ബോസ് പ്ലസിലായിരിക്കും കാണിക്കുന്നത്. നമ്മുടെ രേണു അക്ബറും തമ്മിലുള്ള ഇഷ്യൂ ആണ്, അതായത് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ഇഷ്യൂ ഇതുവരെയും സോൾവ് ആയിട്ടും ഇല്ല. രേണു വേറെ ഗെയിമൊക്കെ ഇതിന്റെ കൂടെ ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ആൾക്ക് മാപ്പ് കൊടുക്കാൻ ആളിപ്പോഴും വന്ന് സോറി ചോദിക്കുമ്പോഴും ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. നമ്മൾ പ്രമുഖിൽ കണ്ടതാണ്, ഞങ്ങളും കണ്ടത്. അതായത് 2-3 പാട്ട് പാടി കൊടുത്തെന്ന് അക്ബർ പറയുന്നുണ്ട്, സോറി പറയുന്നത് കൂടാതെ. അല്ല, ഇതിപ്പോ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ആദ്യം തന്നെ പറയാട്ടോ, ഇത് എപ്പിസോഡിലുള്ള അല്ല, പക്ഷെ ഇത് രേണുവിന് നെഗറ്റീവായി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പുറം നിൽക്കുന്ന ആളും ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾക്ക് അറിയാതെ ഒരു തെറ്റ് പറ്റി നമ്മൾ അതിന് സോറി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ ഒരു നോർമൽ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സോറി പറഞ്ഞതിന് ഇപ്പൊ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പറയാം കുഴപ്പമില്ല, നീ സോറി പറഞ്ഞല്ലോ, എന്റെ മനസ്സിൽ നിന്ന് അത് പോകാൻ കുറച്ച് ടൈം എടുക്കും, എന്തായാലും നീ സോറി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് വിടുക, അല്ലെങ്കിൽ ഓക്കെ സോറി അക്സെപ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ രേണു ഇവിടെ അതല്ല ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിം ആക്കി മാറ്റും. ചിലപ്പോ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം പുള്ളിക്കാരി. അല്ല, അത് എനിക്ക് എന്താ തോന്നിയെന്നറിയോ, നമ്മുടെ ലാലേട്ടൻ വന്നപ്പോ ഈ വിഷയം എടുത്ത് സംസാരിച്ചല്ലോ. അപ്പോ ആൾക്ക് മനസ്സിലായി കാണും, അതായത് രേണുവിന് മനസ്സിലായി കാണും ഇത് പുറത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ രേണു അല്ലാതെ ടാസ്കും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ആദ്യം തൊട്ട് രേണുവിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് രേണുവിലേക്ക് എന്ത് വരുന്നുണ്ടോ അത് എടുത്തിട്ടിട്ട് ഒരു കണ്ടന്റ് ആക്കി മാത്രമാണ് രേണു നിൽക്കുന്നത്. അപ്പം ഇത് കുറച്ചും കൂടെ പുറത്ത് ഭയങ്കര ഹൈപ്പിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യരുത്, ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും എനിക്ക് ഹൈപ്പ് കിട്ടുന്നതെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വീഴുക, പിന്നെ കണ്ടന്റ് ഇല്ല. അല്ലെങ്കിൽ ഇതൊരു സ്ട്രാറ്റജി, ഒരു കണ്ടന്റ് ആക്കി ഇങ്ങനെ കൊണ്ടുപോവാം. അതെ, അപ്പം അതെന്തോ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. എപ്പോഴും ഒരാൾ, ഇപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായി അക്ബർ എന്ന് പറയുന്ന ആളും നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലും അവിടെ അത്രയും ആൾക്കാരുടെ മുന്നിലും വെച്ചിട്ടാണ് ഒരാളോട് ഇത്രയും സോറി ചോദിക്കുന്നത്. അപ്പം ആൾക്കും ഒരു എന്താ മനതാഭിമാനം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് ഇത് കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ വിഷമം ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിൽ വിഷമം കാണും, ഒരിക്കലും അത് പൊറുക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ തെറ്റൊക്കെ പറ്റും, അത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടി കൊടുക്കണം. നല്ല മനുഷ്യര് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു മര്യാദയ്ക്കും ചെയ്യേണ്ട കാര്യം അതാ. പിന്നെ നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷന്റെ ഇന്നത്തെ സെക്കൻഡ് ടാസ്കും ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് കോലാഹലങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ശരത്തും അനുവും അനീഷിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചില്ലെന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ അതെന്തൊക്കെയാ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിൽ കാണാവേ. അതിന് മുന്നായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ബിഗ് ബോസ് ഡെയിലി റിവ്യൂ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ലൈവ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതും ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതാകുമ്പോൾ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. അതാകുമ്പോൾ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്തുകൊണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ രാവിലെ രോമാഞ്ചത്തിൽ ഒരു പാട്ടോട് കൂടിയാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പക്ഷെ പാട്ട് പാടിയ കൊള്ളാത്തോണ്ട് ഞാൻ പാടുന്നില്ല. എങ്ങനെ കണ്ടു പാടാൻ പറ്റുന്ന ലിറിക്സ് ഒക്കെ ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാവരും നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു. ഈ പാട്ടായോണ്ട് വെച്ച് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ പാട്ടുമ്പോ നിങ്ങൾക്ക് ആദ്യത്തെ വരും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടാ. അപ്പൊ അത് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം കിച്ചണില്, നമ്മുടെ അനീഷ് കിച്ചണിലാണല്ലോ, അപ്പൊ മിക്കവാറും അടി കിടക്കുന്നതും അവിടെ അടി പൊട്ടുന്നതും അവിടെ തന്നെയായിരിക്കും. അങ്ങനെ കണ്ടന്റ് അങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പം ഗിസേൽ എന്തോ വെള്ളം കണ്ട് എടുക്കാൻ, അല്ല ഗിസേലല്ല, നമ്മുടെ ബിൻസി വെള്ളം എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഗിസേൽ ഉറക്കെ ആ വെള്ളം കൊള്ളില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അനീഷ് പറഞ്ഞു പയ്യെ പറഞ്ഞപ്പോഴേ എന്തിനാ ഇത്ര ഇതായിട്ട് പറയുന്നത്, ബോസിയായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പയ്യല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോ ബിൻസിയും പറഞ്ഞു ഇച്ചിരി ബോസിയായിട്ടാണ് സംസാരിക്കുന്നത്, നീ എന്ത് പറഞ്ഞാലും
അത് ഗിസലിന് അങ്ങനെ ഒരു ടോണ് വരുന്നുണ്ടെന്ന് തോന്നി. ഇവർക്ക് ഫീൽ ചെയ്തോണ്ടിരിക്കുക എല്ലാവരും ഒരേപോലെ അത് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ സരിക, കലാഭവൻ സരിക, കലാഭവൻ സരിക അല്ല, ഷാരിക. സാരിക, കലാഭവൻ സരിക അവിടെ ഉണ്ട് കേട്ടോ ഈ പ്രശ്നത്തിനിടയിൽ. അപ്പൊ ശാരിക വന്നിട്ട് പറയുന്നത്, ഇത് മാറി മാറിപ്പോവും, പേര് മാറി മാറിപ്പോവും. അപ്പൊ ശാരിക വന്നിട്ട് പറയുന്നുണ്ട്, ഇതാണെങ്കിൽ നിങ്ങൾ കിച്ചൺ ടീമിൽ വന്നതിന് ശേഷം ഫുഡ് നമുക്ക് കറക്റ്റ് ആയിട്ടല്ല കിട്ടുന്നത്. രാവിലത്തെ ഫുഡ് 10-11 മണിക്കാണ് കിട്ടുന്നത്, പിന്നെ കിട്ടുന്നത് 3 മണിക്കാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണ് കേട്ടോ. അവരൊരു പ്ലാനും ഇല്ലാതെയാണ് ഇത്തവണത്തെ കിച്ചൺ ടീം ചെയ്യുന്നത്. അതൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനെ കേൾപ്പിച്ച ആ ഒരു നല്ല രീതിക്ക് പോയാന് അത് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ടാസ്ക് കൊടുക്കുമ്പോഴാണ് ഇനി പണി വരാൻ പോകുന്നത്. ഇന്ന് ഒരു ടാസ്കേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയത്. മാത്രമല്ല കിച്ചൺ ടീമിൽ ആർക്കും തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല, ആർക്കും ഒട്ടും കുക്കിംഗ് അറിയത്തില്ല. കുറച്ചൊക്കെ അറിയാവുന്ന ആ ഗിസേലിന് മാത്രമാണ്. പക്ഷെ അനീഷിന് ഒരു വക അറിയില്ല. എന്നാ പിന്നെ ക്യാപ്റ്റൻ മാറ്റിയിട്ട് അറിയാവുന്ന ആളെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പോയേനെ. അല്ലെങ്കിൽ ഈ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഇത്രയും പേരുള്ളതല്ലേ, അപ്പൊ നമ്മൾ കുറച്ചൊന്ന് നല്ല രീതിയിൽ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത്രയും പേർക്ക് നമ്മൾ കുക്ക് ചെയ്യും. അല്ല, അത് നമ്മുടെ ഷാനവാസിന്റെ ഗെയിം ആയിരിക്കും. കാര്യം അനീഷിന് ഇപ്പൊ ക്യാപ്റ്റൻ ആക്കിക്കാനെ ചിലപ്പോ ഷാനവാസിന് അറിയായിരിക്കും അനീഷിന് ചിലപ്പോ ഇത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ കൂടുതൽ കംപ്ലൈന്റ്സ് വരും, ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റും എന്നൊരു ഷാനവാസിന്റെ പ്ലാനും ആയിരിക്കും അനീഷിനെ എടുത്ത് ക്യാപ്റ്റൻ ആക്കിയത്. എന്തോന്ന് അറിയത്തില്ല. ഇനി അനീഷ് മുമ്പോട്ട് ക്യാപ്റ്റൻ ആവാൻ വന്നതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ചിലപ്പോ ഷാനവാസ് വിചാരിച്ചാണോ അനീഷ് ക്യാപ്റ്റൻസി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിചാരിച്ചാണ് കേട്ടോ. എന്തോന്ന് അറിയത്തില്ല. എന്തായാലും ക്യാപ്റ്റൻസി പോലെ തന്നെയായിരുന്നു ഈ കിച്ചൺ ക്യാപ്റ്റനും വളരെ ഫ്ലോപ്പാണ്. പുള്ളിക്കാരന്റെ ഗെയിം വരുന്നതും അതൊന്നും കൃത്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ടോ അല്ലെ ഇതൊന്നും ചെയ്യുന്നില്ല. ഈ വൈകിട്ട് സംസാരവും വഴക്കം തന്നെ നടക്കുന്നുണ്ട്, അങ്ങനെ കണ്ടന്റ് കുറെ പോകുന്നുണ്ട്. അപ്പൊ അത് മാത്രം കാര്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആദിലും നൂറയും അനുവും ഷാനവാസും എല്ലാരും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. ഗിസേൽ ഇപ്പോഴും കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് കൊടുത്ത് ഈ ബിഗ് ബോസ് തന്നിരിക്കുന്ന മാലയോ വളയോ കമ്മലോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ അനുവൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കമ്മലൊക്കെ ഇടാൻ കൊതിയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അറിയില്ല, കമ്മലൊന്നും ഇല്ലെന്നാണ് അവര് പറയുന്നത് കേട്ടോ. അപ്പോ ഷാനവാസ് പറയുന്നുണ്ട് എങ്ങനെ ആണെങ്കിൽ നമ്മളെല്ലാരും ഇങ്ങനെ ഇരുന്നിട്ട് ഒരാൾ മാത്രമല്ല ഇട്ടിട്ട് അങ്ങനെ പ്രിവിലേജ് ആയിട്ട് ഇരിക്കുന്ന അത്ര നല്ലതല്ലല്ലോ, അത് നമുക്ക് ചോദിക്കാം. എന്നിട്ട് ഇവരോട് പറയുന്നത് നിങ്ങൾ അത് ഏറ്റുപിടിച്ചോ, ഞാനും അതിന്റെ കൂടെ ഏറ്റുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇത് സംസാരിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഒരു മടിയുണ്ട് ഗിസലിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കാനും. ബാക്കി എല്ലാവരുടെ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും വഴക്കിടുന്നതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ഗിസലിന്റെ അടുത്ത് ഇത് പ്രോപ്പർ ആയിട്ട് ചോദിക്കാനും ഇത് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരു മടിയുണ്ട്. അതെന്താ കാരണമൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ഗിസൽ അങ്ങനെ ഭയങ്കര അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും തോന്നുന്നില്ല. അതെ, അല്ല ഗിസയില് ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഗിസയിൽ കുശുമ്പ് കൊണ്ട് പറയുന്നു എന്നൊക്കെ ഒരു രീതിയിലെ സംസാരം വരും. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയുമ്പം വേറെ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കുശുമ്പ് ഉണ്ടാണെന്നൊക്കെ പറയുന്നത് നമുക്ക് തികച്ചും ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അത് പോകും. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പിന്നെ എന്താന്നറിയില്ല, ഈ ബോയ്സ് ആരും തന്നെ ചോദിക്കുന്നില്ല. പിന്നെ ഇന്ന് നൈറ്റ് ഒക്കെ ഗേൾസ് അതെ. അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനുമോള് വീണ്ടും ഉറങ്ങിയിട്ടു. ഇത് രണ്ടാമത്തെ വട്ടാണ് ഉറങ്ങുന്നത്. അപ്പൊ എല്ലാരും കൂടെ കൽപ്പിച്ച് ദേഷ്യപ്പെട്ടൊക്കെ വരുന്നുണ്ട്. കാരണം ഇവരുടെ റേഷനിൽ നിന്ന് പോയിന്റ്സ് ഒക്കെ കട്ടാവുമല്ലോ. അപ്പൊ അല്ലാതെ തന്നെ ലക്ഷറി ഫുഡോ കാര്യങ്ങളോ ഒന്നും ഈ ആഴ്ചയില്ല. കാരണം ആദ്യത്തെ ഒരു പണിപ്പുര ടാസ്കിൽ തന്നെ ഇവരത് റദ്ദാക്കിയത് കൊണ്ട് ഇവർക്ക് ആ 1000 പോയിന്റ്സ് നഷ്ടമായല്ലോ. ബിഗ് ബോസ് മൊത്തത്തിൽ കഷ്ടപ്പാടാണ്. അതെ, അപ്പൊ അതിന്റെ കൂടി ഇനി പട്ടിയും കൂടെ കുറച്ച് ചിലപ്പോ ഇനിയിപ്പം നമ്മുടെ ലാലേട്ടൻ വരുമ്പോഴായിരിക്കും എത്ര പോയിന്റ്സ് കുറയും എന്നുള്ളതിന് പറയും. കാരണം കഴിഞ്ഞ സീസൺ വരെയൊക്കെ പട്ടി കുറയ്ക്കുമ്പോൾ പോയിന്റ്സ് കുറയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാരും വന്ന് വഴക്ക് പറയുന്നുണ്ട്, ഇങ്ങനെ ഉറങ്ങിയതിന് ഇതിപ്പോ രണ്ടാമത്തെ വട്ടമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നടന്നത്. അതിനുശേഷം വെളിയിൽ നിന്നുണ്ട്, ഗാർഡൻ ഏരിയ നിന്നുണ്ട് ബിൻസിയും ഷൈത്തിയും, ബിന്നിയും ഷൈത്തിയും ശരത്തും കൂടി ഇന്ന് വെളിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഷാനവാസിനെ പറ്റിയാണ്. അതായത് ഷാനവാസ് മൊത്തം അഭിനയമാണ്, നല്ല ഗെയിം അകത്ത് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ആക്ടർ ആയതുകൊണ്ട് നല്ല അഭിനയിക്കും എന്നൊക്കെ ഷാനവാസ് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, അഭിനയിച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അത് അവർ ഗെയിമാക്കിയാണ് ഇവർ മാറ്റുന്നത്. അപ്പൊ അത് ബിന്നി പറയുന്നുണ്ട്, അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാര്യം ആദിൽ നൂറയുടെ അടുത്തൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇക്കാര്യം. പക്ഷെ അവരുടെ അടുത്ത് നല്ല രീതിക്ക് മിണ്ടുന്നുണ്ട്, അവർ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഇപ്പം ബിന്നിയോട് ആദിൽ നൂറ മിണ്ടുന്നതിൽ ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. പുള്ളിക്കാരി നല്ല മിങ്കിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ തിരിച്ചങ്ങോട്ട് ഇല്ല, അവർ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അകത്ത് ബെഡ്റൂമിൽ ഇരുന്ന് അക്കത്തേക്ക് കളിക്കുന്നത് രേണുവും നെവിനും
പിന്നെ അനുവും പിന്നെ ശൈത്യയും കൂടി ചേർന്നിട്ട് അങ്ങനെ അവര് ഒരു തമാശ പോലെ അതില് രേണു എന്തോ മുരിങ്ങമുള്ളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ഇല്ല പാടല്ലോ, അക്കത്തിക്ക് താന വരുമ്പോ കല്ലേ കുത്ത് കരിങ്കൊത്ത് ചീപ്പ് വെള്ളം വെള്ളം. അതെനിക്കറിയാൻ വയ്യ. നമ്മളിങ്ങനെ കൈവച്ച് ഇങ്ങനെ കളിക്കൂല്ലോ. മുരിങ്ങമുള്ളെന്ന് പറയുമ്പോ ഇങ്ങനെ കൈവച്ചിട്ട് മുരിങ്ങ മുള്ളു എന്നാ പറഞ്ഞ നോക്കിട്ട് വന്ന ആളുടെ കൈ പോവുക അങ്ങനെയൊക്കെ ആട്ടോ. പക്ഷെ മുരിങ്ങമുള്ള എന്ത് വേർഡാണോ എനിക്കറിയൂടാ കേട്ടോ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ കോമഡി ആയിരുന്നു, രസമായിരുന്നു. എന്നിട്ട് മുള്ളാമുട്ടെന്ന് പറഞ്ഞ രേണു തന്നെ പോയി കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോൾഡ് വാർ എന്നാണ് ടാസ്കിന്റെ പേര്. അതായത് മിഡ് വീക്ക് സസ്പെൻഷന്റെ രണ്ടാമത്തെ ടാസ്ക് ആണ് കേട്ടോ. അതില് സഹായികളാണ് മറ്റേത് ഇന്നലത്തെ ടാസ്ക് പോലെ തന്നെ സഹായികളാണ് കളിക്കേണ്ടത്. ബസർ ടു ബസർ ആണ്. ഇതിലെന്താന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഏരിയയില് കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. ഓരോ പേരിലും ഓരോരുത്തരുടെ പേരിലും ഓരോ ഫ്രിഡ്ജും കാണും. അപ്പൊ ഒരു സ്ഥലത്തുനിന്ന് ബസർ അടിക്കുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് സാധനങ്ങളെല്ലാം പറക്കി, ഒരാളോ രണ്ടുപേരും വന്ന് എടുക്കാം, മാറി തിരിഞ്ഞും എടുക്കാം. ഓടി വന്ന് സാധനം എടുത്തോണ്ട് മാക്സിമം എത്ര സാധനങ്ങൾ കയറ്റാവോ, ഫ്രിഡ്ജിൽ വെക്കാവുന്ന സാധനങ്ങൾ മാക്സിമം എത്ര കയറ്റാവോ അത് മാക്സിമം അതിലായിട്ട് അക്കോമഡേറ്റ് ചെയ്യണം. അതാണ് ടാസ്ക്. അപ്പൊ ഞാൻ നമ്മുടെ ഇന്നലെ ടീമിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവർ. അപ്പൊ ആ ടീം ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ റെന ഫാത്തിമ സെലക്ട് ചെയ്തിരുന്നത് ഗിസേലിനെയും ആര്യനെയാണ്. ഷാരിക ബിന്നിയും ആദിൽ നൂറേനെ ആയിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിരുന്നത്. ഒണിയല് ഷാനവാസിനെ അക്ബറിനെയാണ് സെലക്ട് ചെയ്തിരുന്നത്. അനീഷ് നിങ്ങൾ ശ്രദ്ധിച്ചോ, കാരണം ഇനി അങ്ങോട്ടാണ് പണി വരുന്നത്. നമ്മുടെ സഹായികളെ ശ്രദ്ധിച്ചോ. അതെ, നമ്മുടെ അപ്പാനി ശരത്തും അനു ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ സരിക അഭിലാഷും നെവിനും ആയിരുന്നു. അതേപോലെ രേണുവിന് ബിൻസിനെയും ഷൈത്തേനെ ആയിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. അപ്പൊ ഇത്രയായിരുന്നു ഇവര് ഇന്നലെ സെലക്ട് ചെയ്ത സഹായികള്. ഇവരെ വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ഗെയിം പോകുന്നത്. അപ്പൊ ആക്ടിവിറ്റി ഏരിയയിൽ ഗെയിം നടക്കുന്നുണ്ട്, എല്ലാവരും സ്പീഡിൽ എടുക്കുന്നുണ്ട്, സ്പീഡിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ടാസ്ക് തുടങ്ങിയപ്പോഴത്തേക്കും ഈ അഭിലാഷ് ഈ വലിയ വലിയ പാവയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന കണ്ടപ്പോൾ ഞാൻ അയച്ചു. ആദ്യം ചെറിയ സാധനം മാക്സിമം കൊണ്ടുവെക്കുന്ന അതല്ലേ നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. അതായത് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ, വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാക്സിമം നിറയ്ക്കുക എന്നായിരുന്നു നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത്. അപ്പൊ കുറെ പേര് ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബാഗിലൊക്കെ ഓരോ സാധനങ്ങളാക്കി നിറച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ 1-2 സാധനങ്ങൾ എടുത്തോണ്ട് പോകണം. ഇപ്പം അതേപോലെ തന്നെ ഈ വലിയ വലിയ പാവകളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ഈ വലിയ വലിയ പാവകളും കാര്യങ്ങളും എടുത്തു വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം വേറെ, ഒന്നാമത്തെ കാര്യം തന്നെ സ്പേസ് ഭയങ്കരമായിട്ട് അതിൽ കുറയും. പിന്നെ ചെറിയ സാധനം വെച്ചതിന് ഇരിക്കത്തില്ല അതില്. അതെ, അങ്ങ് വീഴത്തേ ഉള്ളൂ അതിന്റെ മണ്ടയെന്നൊക്കെ. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ആവേശത്തില് ഗെയിമൊക്കെ ചെയ്തു. സഹായികൾ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടുപോയി വെക്കിയടിക്കുകയും ചെയ്തു. അതായത് ഒരാൾ എടുത്തു കൊടുക്കുന്നു, മറ്റേ അവിടെ നിന്ന് ഫ്രിഡ്ജിൽ നിറയ്ക്കുന്നു. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയത്. നമ്മുടെ ഈ 6 പേരുണ്ടല്ലോ, അതായത് ഈ നോമിനേറ്റ് ആയ 6 പേര് അവിടെ നിന്ന് ചീറപ്പ് ചെയ്യുന്നുണ്ട്, ആവേശം കൊള്ളുന്നുണ്ട്. എല്ലാമൊക്കെ നല്ല സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. എന്നിട്ട് ഇവരെടുത്ത് ബിഗ് ബോസ് പറഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ എണ്ണി പറയുമ്പോൾ വലിയ കാര്യത്തിൽ എണ്ണി ഓരോ കൗണ്ടും പറയുന്നുണ്ട്, നമ്പേഴ്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ബോക്സ് ആണ്, ഇത് ഫ്രിഡ്ജ് ആണ്, ഇത് ബോക്സ് അല്ല. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ എന്റെ വീട്ടിലൊന്നും പാവയും ഒന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല. നിങ്ങളുടെ വീട്ടിൽ വെക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ടെലഫോണോ അല്ലെങ്കിൽ അപ്പൂപ്പന അമ്മൂമ്മ ഇവരൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല. കുറച്ച് ലോജിക് ഒക്കെ വേണ്ടേ. ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രം വെക്കാം. മാത്രം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാവുന്ന സാധനങ്ങൾ മാക്സിമം ഉൾക്കൊള്ളിക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം വെച്ച് തന്നെ പറയാൻ പറഞ്ഞു. അപ്പൊ ഈ വാട്ടർ ബോട്ടില്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവർ അധികം നോക്കി എണ്ണി പറഞ്ഞത്. അങ്ങനെ അതില് സാധനങ്ങൾ എണ്ണിയില്ലെന്ന് പറഞ്ഞാൽ അനീഷിന് 24 സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ ഒനിയലിന് 47 സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വെച്ചേക്കുന്നത് ഇത് കണക്ക് ഒനിയലാണ്. അത് കഴിഞ്ഞ് റെന ഫാത്തിമ 37, പിന്നെ രേണു 32, ശൈത്യ 19, അതേപോലെ സരിക 23. ഇതാണ് സാധനങ്ങൾ എണ്ണം ഉൾപ്പെടുത്തിയത്. ഇതിനെ പോയിന്റ് ആയിട്ട് ബിഗ് ബോസ് കൺവേർട്ട് ചെയ്ത്. അങ്ങനെ പോയിന്റ് വൈസ് പറയുകയാണെങ്കിൽ 6 പോയിന്റ് ഒനിയലിനും, അതേപോലെ 5 പോയിന്റ് റെന ഫാത്തിമയ്ക്കും, അതേപോലെ രേണുവിന് 4 പോയിന്റും, അനീഷിന് 3 പോയിന്റും, സരികയ്ക്ക് 2 പോയിന്റും, ചൈത്യയ്ക്ക് 1 പോയിന്റും. ഇങ്ങനെയാണ് പോയിന്റ് വൈസിൽ പോയേക്കുന്നത്. അപ്പൊ അനീഷിന് 3 പോയിന്റാണ് കിട്ടിയേക്കുന്നത്. അപ്പം നല്ല രീതിക്ക് തന്നെ എല്ലാവരും ക്ലാപ്പ് ഒക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അനീഷ് എല്ലാവരും
ലിവിംഗ് റൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ നമ്മുടെ ഇന്നലെ നടന്ന ഫസ്റ്റ് ആ ഒരു ടാസ്കില് ഏറ്റവും കൂടുതൽ റെന ഫാത്തിമയ്ക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സെക്കൻഡ് പൊസിഷൻ വന്നത്, അതായത് ഏറ്റവും കുറവ് പൊസിഷൻ വന്നത് അനീഷും ഏറ്റവും കൂടുതൽ റെന ഫാത്തിമയ്ക്കുമായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് ഒനിയലിനാണ്. അതേപോലെ ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്ന രേണു അല്ല ശൈത്യ അല്ല രേണുവിന്, ശൈത്യക്കാണ് ഏറ്റവും കുറവ് പോയിന്റ്സും കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇന്ന്. അപ്പോ ഈ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയും ഒരു ട്വിസ്റ്റ് വന്നു കേട്ടോ. ഇവിടെ നിന്നാണ് അടുത്ത പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ്. അതായത് ലിവിംഗ് റൂമിൽ അത് ബിഗ് ബോസിന്റെ ഒരു മൈൻഡ് ഗെയിം ആണ്. മാക്സിമം ഒരു അടിയും കൂടി ഒരു ദിവസം ഒപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കാം ലിവിംഗ് റൂമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാര്, അതായത് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് അങ്ങ് ഇട്ടു, നിങ്ങൾ പങ്കാളിയിൽ സംതൃപ്തനാണോ, ഇത് കാരണം നിങ്ങൾ പുറത്തു പോവാനും അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കാനും ഒക്കെ താല്പര്യമുണ്ട് ഉള്ളവർ കാണും ഇതിൽ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ വന്ന് പറയാൻ പറഞ്ഞു നിങ്ങളുടെ ഹെൽപ്പ് ചെയ്ത ആളുകളെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പൊ ഓരോരുത്തർ വരുന്നുണ്ട്. ഇതിൽ ആദ്യം വരുന്നത് നമ്മുടെ ഓണിയലാണ് കേട്ടോ. ഓണിയൽ അങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അങ്ങ് ജില്ലെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പറയാം, ഞാൻ എന്റെ പങ്കാളിയെ കൊണ്ടൊക്കെ ഞാൻ തൃപ്തിയാണ്. അതെ, ഇന്നലെ 4th ആയിരുന്നു ഞാൻ, ഇന്ന് ഞാൻ ഫസ്റ്റ് എത്തി, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്കൊരു കുഴപ്പമില്ല. അത് ഭയങ്കര അഭിമാനം, ഭയങ്കര ഇതായിട്ടൊക്കെ ഓണിയലിൽ ചുമ്മാ കേറിപ്പോയി കേട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാരിക വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ പങ്കാളിയിലെ ബിഗ് ബോസ് ചോദിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ തൃപ്തിയല്ല, കാരണം ബിന്നി ആണല്ലോ ഷാരികയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ. അപ്പൊ ബിന്നിയുടെ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബിന്നി പറയും ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ബിന്നി പറയുന്നു കേട്ടോ. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആള് ആദിൽ നൂറയാണ്. അപ്പം അല്ല അവര് ഈ ശൈത്യയില് അല്ല നമ്മുടെ എന്തുവായിരുന്നു ഷാരികയില്, എന്റെ പൊന്നെ, ശൈത്യ സാരിക ഈ 3 പേരും ഭയങ്കര കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഷാരിക ആദിൽ നൂറയില് ഒരുവിധം സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ ബിന്നിയാണ് ഒരു പ്രശ്നമുള്ളത്, അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നിട്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതായത് ബിന്നിയും ആദിൽ നൂറയും തമ്മിൽ ഒരു വഴക്കിടക്കുന്നുണ്ട്. അതായത് ബിന്നി എങ്ങാണ്ട് ആദ്യം ബാഗ് എങ്ങാണ്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗിൽ നമുക്ക് സാധനങ്ങൾ നിറച്ച് കൊണ്ടുവന്ന് വെക്കാന്ന് പറഞ്ഞപ്പം ബിന്നി പറയുന്ന സ്വാച്ച് ചെയ്തുകൊണ്ട് പോകുമെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ശൈത്യ പറയുന്നത് ഇത് സ്വാച്ചും ഗെയിം അല്ലല്ലോ. അത് പറയാൻ പറ്റത്തില്ല. എല്ലാ ഗെയിമും അങ്ങനെ പറയുന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചിലവരൊക്കെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസിൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതെ, ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടായിരിക്കും ബിഗ് ബോസ്. അപ്പൊ പിന്നെ അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൽ ഒരു പാവപ്പിഴവുണ്ട്. അങ്ങനെ അവിടെ ചെറിയൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വന്ന് ചെറിയൊരു വഴക്കുണ്ട്, തൃപ്തിയല്ലെന്ന് പറഞ്ഞിട്ട് അവര് പോയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനീഷ് വരുന്നത്. എന്റെ പൊന്നേ, അങ്ങോട്ട് തീയായിരുന്നു ഇന്ന് മൊത്തത്തിൽ ആ വീട്. അതായത് അനീഷ് വന്നിട്ട് പറഞ്ഞ് ഞാൻ തൃപ്തനല്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു ടീം എന്ന നിലയിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്തു, ബട്ട് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്റെ സേഫ്റ്റി ആണ് ഞാൻ നോക്കേണ്ടത്, അതുകൊണ്ട് ഇവരുടെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത്. അതെ, ശരത്ത് ഫുൾ പേഴ്സണൽ, അതായത് ആള് ഭയങ്കരമായിട്ട് ഈ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തു തന്നെ പറയണേ, പ്രഷറിൽ നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഗെയിമിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, 100% ഗെയിമിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ആണെങ്കിൽ, പിന്നെ അനുവിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇന്നലെ അനു മറ്റേ ഈ കീ എടുത്ത് തുറന്നു കഴിയുമ്പോൾ സേഫ് ഗാർഡ് ഇട്ടിട്ട് വേണമല്ലോ ചെളിക്കുണ്ടിൽ വീരാൻ. അനു അത് ചെയ്തില്ല. അനു മനഃപൂർവ്വം അത് ചെയ്തു, പക്ഷെ അത് മനഃപൂർവ്വം അല്ല കേട്ടോ. അല്ല, ആവേശം കയറി പെട്ടെന്ന് അത് ചാടി പെട്ടെന്ന് പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കണം. അത് ഒരു ഗെയിം അല്ലേ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ അപ്പാനി ശരത്തിന്റെ ഒരു ബാഡ് ലക്ക് തന്നെയാണ് ഇല്ലേ, അത് ലക്കിന്റെ. അപ്പാനിയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആള് ഭയങ്കര ഹൈപ്പറാണ്. പെട്ടെന്നാണ് ആൾക്ക് ടെൻഷൻ കയറുന്നതും ഒരു പ്രഷർ കയറുന്നതും ഒക്കെ ആളാണ്. അതപ്പോ ഗെയിമിൽ മാത്രമല്ല, ആൾ നോർമലി ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിലും പ്രസന്റ് ഒന്നും അല്ലായിരുന്നു. കാര്യം ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഒരു സ്യൂട്ടാവുന്ന കീ എടുക്കേണ്ടത്, അത് ഏത് ആദ്യം കൈ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരന്റെ ഏറ്റവും അവസാനം വന്നത്, അതുകൊണ്ടാണ് അവിടെ ഡിലേ വന്നത്. പക്ഷെ അനുവിന്റെ എല്ലാം പെട്ടെന്ന് ഇട്ടിട്ട് ചാടേണ്ടതായിരുന്നു. പക്ഷെ അനുവിന് ആവേശം കൂടി പോയി.
എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ അനീഷ് പറഞ്ഞു, എനിക്ക് എന്റെ സേഫ്റ്റിയാണ് ബിഗ് ബോസ് നോക്കേണ്ടത്. അപ്പൊ എനിക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. എന്തായാലും ഇവരെ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയണു. ഇത് കേട്ടോണ്ട് നമ്മുടെ ശരത്തിന് എവിടുന്ന് കയറി, ശരത്തും അനുവൊക്കെ ഞെട്ടിയിരിക്കണം. ഇത് എന്ത് കാര്യം എന്താണെന്നറിയോ, ഇന്നലെ ഇത് ചോദിച്ചാണ് ഇവർക്ക് വിഷം കയറിയിട്ട് ചോദിച്ചപ്പോ വിഷം കയറി വന്ന് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് പറഞ്ഞായിരുന്നു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ട്രൈ ചെയ്തില്ലേ, എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ പെർഫോമൻസിൽ എന്നൊക്കെയായിരുന്നു ഇന്നലെ തള്ളി വിട്ടത്. ഇന്ന് മാറ്റി പറഞ്ഞപ്പോഴേ കലിപ്പങ്ങായി. അതെ, അപ്പൊ നമ്മുടെ ശരത്ത് അവിടെ നിന്നിട്ട് എണീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ കളിച്ചത്, ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഞാൻ കൊടുത്തിട്ടു, അതും പോരെ ഞാൻ ഇന്നലെ രാത്രി ഞാനും അനിയും കൂടി ഇരുന്ന് സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മള് ഏറ്റവും ലാസ്റ്റ് ജയിലിലൊക്കെ പോയതല്ലേ, അപ്പോൾ ടാസ്ക് ഇത് നമുക്ക് പെർഫോമൻസ് അനീഷ് എന്തോ ആയിക്കോട്ടെ, അനീഷിന്റെ കാര്യം നമ്മൾ നോക്കണ്ട, പക്ഷേ നമുക്കിത് ടാസ്കിൽ പെർഫോമൻസ് ചെയ്യാൻ കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ 100% കൊടുത്തിട്ട് നമ്മുടെ പെർഫോമൻസ് ആയിരുന്നു കാണിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്, അതായത് ആ ഒരു എന്നിട്ട് ഈ വൃത്തിയിട്ടതിനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞല്ലേ, ഈ വൃത്തിയിട്ടതിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന ഐറ്റംസ് മാത്രം എടുത്താൽ മതി. അപ്പൊ ഇവരാണ് പറഞ്ഞത്, പറയടാ നീ അല്ലേടാ പറഞ്ഞത്, എന്ത് കിട്ടിയാലും എടുത്തോന്ന്. ഇവര് നല്ലോണം ക്യാച്ച് ചെയ്തായിരുന്നു ആ ടാസ്ക്. അതായത് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം മാത്രം വെച്ചാൽ മതി എന്ന് ഇവര് പറഞ്ഞതാ, വേറെ ആരും അത് അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ അനീഷ് അത് സമ്മതിച്ചില്ല. അനീഷ് പറഞ്ഞത് കിട്ടാവുന്ന എന്ത് സാധനം കിട്ടിയാലും എടുത്ത് ഫുൾ അങ്ങ് കയറ്റി വെച്ചോളാം. അതുകൊണ്ടാണ് ഇവർക്ക് കിട്ടിയതെല്ലാം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത സാധനങ്ങളായിരുന്നു. അതാ ഇവര് 3 പോയിന്റിൽ വന്നത്. പക്ഷെ അത് അനീഷിന്റെ മിസ്റ്റേക്ക്, അത് നേരെ ഉൾട്ട ഇരിച്ചിട്ട് ഇവരുടെ തലയിലോട്ടത് അത് ശരിയായില്ല, അത് മോശം. പക്ഷെ ഇതിലിപ്പോ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഇപ്പോ അനീഷിനെന്ന് പറഞ്ഞാല് അനീഷ് പുറത്തായി കഴിഞ്ഞിട്ട് തിരിച്ചു കയറാൻ പറ്റില്ലെങ്കിൽ ആർക്കാ പോയത്, നഷ്ടമായത് അനീഷിനാണ്. അപ്പൊ അനീഷിന് ടെൻഷൻ കാണും. പക്ഷേ ഇവരുടെ അടുത്ത് പറയുമ്പോ ഒരു മയുണ്ട്, നമ്മൾ ഒരാളടുത്ത് ഒരു സംസാരിക്കുമ്പോ അനു മനഃപൂർവ്വം ചെയ്താന്ന രീതിയില്ല. അതെ, അനു ഒരു എന്താ പറയാ, ഒരു മര്യാദയ്ക്ക് ഉണ്ട്. നമ്മൾ ഒരാളടുത്ത് ഒരു കാര്യം നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നിന്നവര്, അവരിപ്പോ ഏത് രീതിയിലും ആയിക്കോട്ടെ നമ്മൾ ചൂസ് ചെയ്ത ആളാ അവര്. അപ്പൊ നമ്മൾ അതിൽ പറയുമ്പം കുറച്ചൊക്കെ ഒരു മനുഷ്യത്വം കാണിക്കണം. കാരണം ഈ അപ്പാനിയുടെ ആയാലും ലൈവിലൊക്കെ അപ്പാനിയുടെ ആയാലും അനുവിന്റെ ആയാലും കൈയൊക്കെ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കുറച്ചൊന്ന് എന്തോ ആയാലും അവര് ചെയ്തല്ലോ, ചെയ്യുമ്പോ കാണുമ്പോ അറിയാലോ നമ്മൾ അവര് മനഃപൂർവ്വം അല്ല, അത് നല്ല രീതിക്ക് അവര് ചെയ്തെന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവും. നേരിട്ട് നമുക്കേ മനസ്സിലാവും. അപ്പൊ നേരിട്ടാണ്ട് അനീഷിന് മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇത് വീട്ടുകാരും ചേർന്ന് അനീഷിന്റെ അതായത് വീട്ടുകാർ വേഴ്സസ് അനീഷ് എന്നുള്ള രീതിയിൽ ഈ ഫൈറ്റ് പോയി. ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ആകെ മൊത്തം വഴക്ക് പ്രശ്നമായപ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് നമുക്കെല്ലാം ശരിയാ, നിർത്തൂ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇവിടെ ഫൈറ്റ് നടക്കാം. അപ്പോഴത്തേക്ക് വീണ്ടും ബിഗ് ബോസ് നമുക്കെല്ലാം ശരിയാക്കാം. അതെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് എല്ലാരെയും ശാന്തമാക്കി നമ്മുടെ സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തി. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ തൃപ്തരല്ലല്ലോ, അപ്പൊ ഞാൻ സ്റ്റോർ റൂമിൽ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്, അതിൽ പേപ്പേഴ്സിൽ ഇവരുടെയൊക്കെ പേര് എഴുതിയിട്ട് അതിൽ നിങ്ങൾ 6 പേരും വന്നിട്ട് പേപ്പേഴ്സിൽ നിന്ന് എടുക്കുക, 2 പേരെ സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പൊ കഴിഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് വന്ന ആൾക്കാരെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വീണ്ടും ഒരു ടൈം കൂടെ എടുത്താൽ മതി എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബൗളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഡെഡ് സോൺ എത്തണ്ട, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ശരത്ത് വീണ്ടും പറയുന്നുണ്ട് ഈ ദുഷ്ടനെ ഒരുപാട് വാഴ്ത്തിക്കത്തില്ല എന്ന് നമ്മുടെ അനീഷ് പറയുന്നുണ്ട്. ബൗളിന്ന് സെലക്ട് ചെയ്ത ഹെൽപ്പേഴ്സ് ആണ്, അതായത് രണ ഫാത്തിമയ്ക്ക് ബിന്നിയും ശരത്തും, അതേപോലെ സരികയ്ക്ക് അക്ബർ, അനു, രേണുവിന് ഷാനവാസ്, നെവിൻ. അതെന്തായാലും സൂപ്പർ ടീമിനെ കേട്ടാ, രേണുവിന് ഭാഗ്യമുണ്ട്. അതേപോലെ ശാരികയ്ക്ക് ബെൻസിയും അഭിലാഷും, അതും കൊള്ളാം. ബിൻസി. ഒനിയലിന് ആര്യനും ഗിസയിലും. ഓണിയലിന് എന്താ പറയാ, രണ്ടാമത്തെ ടീം അടിപൊളിയായി. ബിഗ് ബോസ് ആദ്യത്തെ ടീം ഞാനിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയായിരുന്നത് കരുതിയിരുന്നു. പക്ഷെ രണ്ടാമത്തെ അനീഷിനെ പ്രാപിക്കൊണ്ടിരുന്നതാണ്. അതെ, അതേപോലെ അനീഷിന് ശൈത്യ, അതേപോലെ ആദിൽ നൂറ, അവരെയാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മനഃപൂർവ്വം മാറ്റിയാന്ന് തോന്നുന്നു. കാരണം അനീഷ് എല്ലാം റെഡ് സോണിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടന്റ് അല്ല, അടിയും ഇല്ല, ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ എല്ലാവരും കൂടെ അനീഷിനെ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇത് ലൈവിലാണ് കേട്ടോ കാണിച്ചത്. എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ അനീഷിനെ നിങ്ങൾ കളിയാക്കുന്നതിന്റെ കൂടെ തന്നെ ആദിൽ നൂറിനെയും ശൈത്യനെയും കൂടെ കളിയാക്കുന്ന ഒരു രീതിയായി പോയത്. അതെന്താ അവര് ഗെയിം കളിക്കില്ലേ? അപ്പം എന്നിട്ട് ശരത്ത് പറയുന്നുണ്ട് കേട്ടോ,
നോക്കിക്കോടാ അവർ നിനക്ക് വേണ്ടി ഗെയിം കളിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പറയുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ് വന്നിട്ട് ഇന്നലെ ശരത്തിനെയും അനുവിനെയും സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ അഭിലാഷ് വന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, എന്റെ ടീമിൽ ഞാൻ സമ്പൂർണ്ണ തൃപ്തനാണ്. ഇന്ന് ആദിൽ നൂറേനെയും ഷൈത്തേനെയും പിടിച്ചേർത്തിട്ട് അതെ സെയിം ഇതേപോലെ എന്റെ ടീമിൽ ഞാൻ സമ്പൂർണ്ണ തൃപ്തനാണ്. അപ്പൊ എല്ലാരും നീയും തയ്ച്ചു വെച്ചോ പറയണ്ടാവും എന്നുള്ള രീതിയിൽ അതങ്ങനെ പോയി കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നമുക്ക് അത് കാണുമ്പോൾ ചിരിയാണ് കേട്ടോ വരുന്നത്. അനീഷിന് സത്യം പറഞ്ഞാൽ പണി പാളി, അല്ലെങ്കിൽ ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ആള് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ വേറെ അനീഷിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അനീഷിന് പുറത്ത് പോയി തിരിച്ചു വരണമെന്നും കാണും. കാരണം ആളൊരു കണ്ടന്റ് മേക്കർ ആണ്. അപ്പൊ എവിടെയായാലും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അടി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും അനീഷിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഗെയിം ആയാലും വേറെ ഒന്നുമില്ല. ഒരു ക്യാപ്റ്റൻസി കൊടുത്താലോ ഒന്നും അനീഷ് അവിടെ ക്ലിയർ ആയിട്ട് ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണം എന്നുള്ളൊരു രീതിയാണ് നമ്മുടെ അനീഷ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ വഴക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട്, എനിക്കൊരു അവസരം കിട്ടിയപ്പം ഞാനത് യൂസ് ചെയ്തെന്നുള്ള കാര്യം. റെഡ് സോണിൽ പോകുന്നത് ഞാനായിരിക്കുമല്ലോ, അപ്പൊ എന്റെ സെക്യൂരിറ്റി പുള്ളിക്കാരൻ നോക്കി, ഞാൻ തന്നെ നോക്കുന്നു, അതുകൊണ്ട് എനിക്ക് അവസരം കിട്ടിയപ്പോൾ സ്വാപ്പ് ചെയ്തു എന്നാണ് അനീഷ് പറയുന്നത്. അനീഷിന്റെ ന്യായം, അതൊരു ന്യായമായിട്ട് ഗെയിമിന്റെ സൈഡിൽ നോക്കിയാൽ അതൊരു ന്യായമാണ്. പുള്ളിക്കാരന് അവസരം കിട്ടിയതല്ലേ, അത് ചെയ്തെന്നേ ഉള്ളൂ. രണ്ടു വട്ടം നോക്കിയപ്പോഴും കിട്ടിയില്ല, പക്ഷെ അത് പറഞ്ഞ വിശദീകരണം തെറ്റിപ്പോയെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ അനുവും ശരത്തും പറയുന്നുണ്ട്, ഞങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്, അത് നല്ല വിഷമം ഉണ്ടാക്കി കാണാം അവർക്ക്. അവരുടെ ഒരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ അത് ശരത്ത് പറയുന്നുണ്ട്, ഇപ്പൊ പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്, നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട്. അത് ശരിയാണ്, കാരണം അവർക്ക് പേടി കാണും. കാരണം അനീഷ് വന്നിട്ട് ഇങ്ങനെ മനഃപൂർവ്വം ചെയ്തു എന്ന് പറയുമ്പോൾ ചിലരിലെങ്കിലും അത് അവര് മനഃപൂർവ്വം ആണ് ചെയ്തത് എന്ന് വരും. പക്ഷെ ഇവർ ആത്മാർത്ഥമാണല്ലോ ചെയ്തത്, അപ്പൊ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ വരുമല്ലോ. അപ്പൊ അതാണ് ഈ ശരത്തും അനുവും കൂടെ അവിടെ പറഞ്ഞത്. അല്ല, അത് അങ്ങനെ തോന്നാനും കാര്യമുണ്ട്. കാര്യം അനീഷ് അത് പറയുന്നില്ല, അനീഷാണ് പറഞ്ഞത് ഫുൾ എടുത്ത് വെക്കണമെന്ന് അത് പറയുന്നില്ലല്ലോ, അല്ലാതെ കുറ്റപ്പെടുത്തി പറയുന്നേ ഉള്ളൂ. അതാ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ ഒരു അടി അടുത്ത അനീഷിന്റെ വക. അതെ, അപ്പം സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കാതൊക്കെ ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ തീർന്നു വരും. അപ്പം ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ അനീഷാണ്, നിങ്ങൾ അനീഷിനോട് പറയൂ, എന്തെങ്കിലും സാധനം തീർന്നു കഴിഞ്ഞാലും അതൊക്കെ അനീഷാണ് നോക്കണ്ടേന്ന് പറയുമ്പോൾ നെവിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ലേ? നെവിൻ ഈ തക്കാളി അതൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പം അത് അപ്പൊ ഷാനവാസ് എന്തോ ഒരു വേർഡ് അനീഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ, എന്തുവരുന്നത് അങ്ങനെ വേർഡ് വിളിക്കുന്നുണ്ട്. അത് പക്ഷെ അനീഷിന് വിഷമം, അത് തമാശ രീതിയിലാണ് വിളിച്ചത്. അപ്പൊ നമ്മുടെ ഗിസയിലെല്ലാം കേട്ട് നിന്ന് ചിരിക്കുന്നുണ്ട്. അത് കൊട്ടുകൊടുത്തതാ, പൊട്ടൻ ക്യാപ്റ്റൻ പൊട്ടൻ എന്ന് വിളിച്ചായിരുന്നു. അതായത് അപ്പം ഗിസൈലിന്റെ അടുത്ത് വന്നിട്ട് ഈ ഷാനവാസ് പോയപ്പോ നമ്മുടെ ഗിസൈലിന്റെ അടുത്ത് അനീഷ് വിഷമിച്ച് പറഞ്ഞിട്ട്, എന്നെ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗിസൈൽ പറഞ്ഞു, ഇനി അങ്ങനെ വിളിച്ചില്ലേ, ആൾക്ക് വിഷമമായെന്ന് പറഞ്ഞ് ഷാനവാസിനെ വന്ന് വിളിക്കുമ്പോൾ ഷാനവാസ് സോറി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഷാനവാസ് പറയുന്നുണ്ട്, ഷാനവാസിനെ അങ്ങോട്ട് പൊട്ടൻ എന്ന് വിളിച്ചായിരുന്നു അനീഷ്. അതിന് ഞാനൊരു മറുപടി തിരിച്ച് അതാണൊക്കെ പറഞ്ഞെന്നുള്ളു. പൊട്ടൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ മൊണ്ണൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞേ ഉള്ളൂ ഷാനവാസ് പറയുന്നത്. അതെ, അപ്പൊ എന്നിട്ട് നമ്മുടെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്, ഇവിടെ സാധനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ, അതായത് കിച്ചൺ ക്യാപ്റ്റനായ അനീഷാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കൂടുതൽ സാധനം നെവിൻ എടുക്കുന്നെന്ന് കംപ്ലൈന്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നെവിൻ ചോദിക്കുന്നത് ആര് പറഞ്ഞു. അപ്പം ഷാനവാസ് പറയുന്നില്ല. അപ്പൊ ഇവിടെ ഇതാ പ്രശ്നം, ആര് പറഞ്ഞു എന്നുള്ളത് പറയൂല. അതാ പ്രശ്നം, അത് ഞങ്ങൾക്കും തോന്നിയതാ. നിവിൻ അത് എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയുക, ബാക്കിയുള്ളവർക്കും കംപ്ലൈന്റ് ഉണ്ട്, അവർ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഗിസൈൽ ഇത്രയും കോസ്മെറ്റിക് എടുത്തിട്ട് ആരും അത് ചോദിക്കുന്നുമില്ല. കംപ്ലൈന്റ് ആയിട്ട് അങ്ങും കൂട്ടത്തോടെ ജസ്റ്റ് ഒന്ന് പറയുന്നല്ല, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അതെ, അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വലിയൊരു വഴക്കിടങ്ങുന്നത്. എന്താ സംഭവം എന്നറിയില്ല. ഒരു ബൗള് നിറയെ ചോറുണ്ടായിരുന്നു, അപ്പൊ അത് അനീഷ് കളയാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് ചോറ് കളയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നെവിൻ പറയുമ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അനീഷ് പറഞ്ഞു കളയാനെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അനീഷ് വന്നിട്ട് ഷാനവാസ് വന്നിട്ട് ചോറ് കളയാനോ എന്നും പറഞ്ഞ് നമ്മുടെ സരികയും ഷാനവാസും എല്ലാരും കൂടെ നമ്മുടെ അനീഷിനെ ചോദ്യം ചെയ്യുമ്പോൾ അനീഷ് വന്നിട്ട് കിച്ചണിൽ നിങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. അതെന്താ കാര്യം എന്നറിയോ? അനീഷ് അതൊരു ബുദ്ധി ഉപയോഗിച്ചതാ. കാര്യം അനീഷ് എല്ലാവർക്കും ചോറ് നോക്കി കൊടുത്താൽ മതി, 2 തവി വെച്ച് കൊടുത്താൽ മതി, വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല, ചോറ് അത്ര പുണ്യമാണ്, അങ്ങനെയാണ്, എത്ര പേർക്ക് കിട്ടാതിരിക്കുന്ന കുറെ പുണ്യ ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ചോറ്, ഒരു ബൗള് ചോറ് അത് ബാലൻസ് വന്നെന്ന് പറഞ്ഞപ്പോ അതെടുത്ത് കളയാൻ പറഞ്ഞത്, അതാണ് എല്ലാരും ട്രിഗർ ചെയ്തത്. അതെടുത്ത് വെച്ച് പോയിന്റ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് പെട്ടെന്ന് അത് പണി പാളിയെന്ന് മനസ്സിലാക്കി ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനീഷ് പെട്ടെന്ന് ഷൗട്ട് ചെയ്തിട്ട്
ഞാൻ കിച്ചൺ ക്യാപ്റ്റനെ, ഞാൻ നിങ്ങളെല്ലാരും നിൽക്കുവാണെങ്കിൽ ഞാൻ നിൽക്കത്തില്ല, ഫുഡ് ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ആൾ ഇറങ്ങി അങ്ങ് പോയി. അതെ, അപ്പൊ നമ്മുടെ ഷാനവാസ് അവിടെ പറയുന്നുണ്ട്, ഞാൻ കിച്ചൺ ക്യാപ്റ്റനാ, ഞാൻ എവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, എനിക്കിത് ചോദിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് എല്ലാവർക്കും ഉള്ള, അത് ചുമ്മാ ഒരു സീനാക്കാൻ കേട്ടോ, എല്ലാവർക്കും ഉള്ള റേഷനാണ്, ചോറ് കളയാൻ പറ്റില്ല. അപ്പൊ അനീഷ് ഈ പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ടിട്ട്, ഞാൻ നിങ്ങളെല്ലാരും കിച്ചണിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല, നിങ്ങളെല്ലാരും കിച്ചണിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല എന്നും പറഞ്ഞിട്ട് അനീഷ് പോയി ഫ്രണ്ടിലത്തെ സോഫയിൽ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഷാനവാസ് വന്നിട്ട് അത് പറ്റില്ല, അങ്ങനെ ഒന്നും ഇവിടെ ആർക്കും ഇരിക്കാൻ പറ്റില്ല, എണീറ്റ് പോയി അത് ജോലി ചെയ്യാതിരിക്കാനുള്ള അടവാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അക്ബർ വന്നിട്ട് പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് കൊണ്ടുപോയി കളയാനാണ് പറഞ്ഞത്, ചോറ് പവിത്രമാണെന്നൊക്കെ പറഞ്ഞ ആളാണ് കയ്യിൽ നിന്ന് അറിയാതെ വീണുപോയി, അപ്പൊ പിന്നെ അതിൽ കിടന്ന് ഉരുളുന്നു എന്ന രീതിയിലാണ് കേട്ടോ അവര് പറഞ്ഞത്. കറക്റ്റായിട്ട് നമ്മൾ അനീഷ് ഇത് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഡിവീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതെ, അവിടെ നിന്ന് എല്ലാരും കൂടെ കൊത്തി വലിച്ചാൻ. അപ്പൊ എന്തായാലും അത് ഒരു രീതിയിൽ അങ്ങ് പോയി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ പിന്നെ ജീവിതകഥ എന്നൊരു ടാസ്ക് നടത്തിയായിരുന്നു അല്ലേ? അതെ, ജീവിതകഥയില് 3 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതില് സാരിക ഉണ്ടായിരുന്നു, അതേപോലെ സരിക, വീണ്ടും തെറ്റുന്നു, സരിക ഉണ്ടായിരുന്നു, അഭിലാഷ് ഉണ്ടായിരുന്നു, നെവിൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ കുറച്ചിരി നല്ലൊരു ഇമോഷണൽ ആയിട്ട് എനിക്കൊന്ന് ജീവിതകഥ ഷോർട്ടായിട്ട് പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ഇമ്പാക്ട് കിട്ടുന്നത്, ആ സ്റ്റോറിക്ക് ഒരു സത്യസന്ധത തോന്നുന്നുണ്ട്. മറ്റേത് ഒരു കഥ എന്ന് പറയുന്നത് ഒരു പരസ്യത്തിനിടയിലുള്ള ഒരു സീൻ കാണും, അത്രയും കാണും, ഒരു 10-15 മിനിറ്റ്. അതൊരു ടാസ്ക് പോലെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഈ വട്ടം അങ്ങനെയില്ല. സരിക പറഞ്ഞു തുടങ്ങിയത് പേഴ്സണൽ ലൈഫിനെ പറ്റിയായിരുന്നു. പുള്ളിക്കാരിക്ക് കിട്ടിയ ഇത് കിട്ടിയത് ബൗളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്, അത് പേഴ്സണൽ ലൈഫായിരുന്നു കിട്ടിയത്. അതേപോലെ അഭിലാഷിന് കിട്ടിയത് കുട്ടിക്കാലം, അതേപോലെ നെവിനും കിട്ടിയത് സെയിം തന്നെയായിരുന്നു, കുട്ടിക്കാലമായിരുന്നു കിട്ടിയത്. പിന്നെ ഇതില് നെവിൻ പറയുന്നുണ്ട്, നെവിൻ കൂടുതലൊന്നും പറഞ്ഞില്ല കേട്ടോ, കാരണം നെവിന് കുട്ടിക്കാലത്തെ കുറിച്ച് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ പാസ് എന്ന് പറഞ്ഞിട്ട് നെവിൻ വിടുകയായിരുന്നു. എന്നിട്ട് നെവിൻ തന്നെ പറയുന്നുണ്ട് ആൾക്കൊരു ഫിമൈൻ ടച്ച് ഉണ്ട് എന്നുള്ള കാര്യം ആള് തന്നെ റിവീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ അത് ഉള്ളതിന്റെ പേരിലുള്ള സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പറയാതെ വിട്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അനു വന്ന് കിച്ചണിൽ നിന്ന് കുറച്ച് സ്ക്രബല്ല ഷുഗർ എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ പോയി ഈ പേസ്റ്റ് ഒക്കെ വെച്ചിട്ട് മൂക്കില് ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കളയാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ അതൊരു ഫണ്ണി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു, ആരിനെ പിടിച്ച് സ്ക്രബ് ചെയ്യിപ്പിക്കുന്നത്, ആരിനെ അറിയത്തില്ല അതിനെ പറ്റി, അപ്പൊ അത് പിടിച്ച് സ്ക്രബ് ചെയ്യിപ്പിക്കുന്നതും അങ്ങനെ ആ ഒരു രസമായിരുന്നു സീൻ. അതിനുശേഷം പിന്നെ കോസ്മെറ്റിക് യുദ്ധമായിരുന്നു. അതെ, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഷാരികയും ബിന്നിയും കൂടെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നേരത്തെ ടാസ്കിൽ പറഞ്ഞല്ലോ ബിന്നിയുടെ ഇത് ഗെയിമിൽ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് ഷാരിക പറയുന്നുണ്ട് ഗെയിം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു നീ അത് ആ രീതിയിൽ എടുക്കുമെന്നാണ് കരുതിയത്. അപ്പം ബിന്നി പറയുന്നുണ്ട് പക്ഷെ ഞാൻ സോറി പറഞ്ഞപ്പം ചേച്ചിയുടെ മുഖഭാവം എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ പിന്നെ പാച്ചപ്പ് ചെയ്ത് അവർ തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയാണ് എന്റെ കോസ്മെറ്റിക് സത്യം പറഞ്ഞ മേക്കപ്പും ഇതും കൊണ്ട് ഇത്രയും ബിഗ് ബോസിൽ ഒരു ചലനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മുടെ വാഷ്റൂമിന്റെ ആ ഏരിയയില് അനുവിന് ഒരു ടിഷ്യൂ കിട്ടുകയാണ്. അപ്പം അതായത് ടിഷ്യൂ കിട്ടുന്നതിന് മുന്നേ അനു ചോദിക്കുന്നുണ്ട് ഗിസയില് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെന്ന് ചോദിക്കുമ്പം ഗിസയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ചുണ്ട് പിഗ്മെന്റഡ് ആണ്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഇത് ബീട്രൂട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇപ്പം നമുക്ക് ലിപ്പില് പിഗ്മെന്റേഷൻ ചെയ്യാനായിട്ട് പറ്റും, അതായത് ലിപ് കളർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലും ലിപ്പ് കുറച്ച് കളറായിട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ അതാണോ എന്ന് നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കൂടെ ആളെ നോക്കുമ്പോൾ ചെവിയിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ ആളുടെ ചുണ്ടില് കളർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ലിപ്പ് ആണെങ്കിലും നമ്മുടെ ഈ കവിളിലൊക്കെ ആണെങ്കിലും ബ്ലഷ് ട്രീറ്റ്മെന്റ്, ലിപ് ട്രീറ്റ്മെന്റ്, ലിപ്പിന്റെ പിഗ്മെന്റേഷൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അപ്പൊ ഇനി അത് വല്ല ആണോ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇനിയിപ്പോ ആള് പറയുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ബീട്രൂട്ട് ആണെന്ന് പറയുമ്പോ അനു പറയുന്ന അതല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അനു ബേസ് ബിന്നിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുകയാണ്, അതിലും ഫൗണ്ടേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ഗിസയിൽ പറയുന്നത് ഇത് ഫൗണ്ടേഷൻ അല്ല ഇത് ഓയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓണിയലും ഈ ഗിസയിലിനെ ഇഷ്ടമാണല്ലോ, അപ്പൊ ഓണിയൽ അവിടെ നിന്ന് പറയുന്നത് അത് ഓയിലാണ്, ഞാൻ കണ്ട് ഗിസയിൽ ഓയിൽ തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഗിസയില് മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, കൊടുത്തെങ്കിലും മേക്കപ്പ് ഒക്കെ ആള് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് അതെ ഗിസലിന്റെ ബാഗും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊന്നും ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മുടെ നെവിൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് പൊട്ടറ്റോ
ഫേസ് പാക്ക് ഇട്ടതാണ്, അല്ലാതെ ഇത് ഫൗണ്ടേഷൻ ഒന്നും അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, അപ്പൊ നെവിൻ അത് കണ്ടിട്ട് മനസ്സിലായി. കാരണം നമുക്ക് ഫൗണ്ടേഷൻ ആണെങ്കിൽ ചില ഫൗണ്ടേഷന് ചെറിയൊരു സ്മെല്ല് കാണുമല്ലോ, അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഈ തൂത്ത് കളഞ്ഞത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫൗണ്ടേഷൻ ആണ്. മേക്കപ്പ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് ഫൗണ്ടേഷൻ ആണെന്ന് മനസ്സിലായി. പിന്നെ ഗിസയിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ ടിൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അല്ലാതെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഈ കോസ്മെറ്റിക് ഐറ്റംസും അതേപോലെ ഈ കമ്മൽ, മാല, വള, ഓർണമെന്റ്സും ഒക്കെയാണ് മാറ്റിയിരിക്കുന്നത്. ഇവർക്ക് ഈ സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സൺസ്ക്രീന്, നോർമൽ ബോഡി ക്രീമും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരു ഡൗട്ടായിട്ട് പറയുന്നത് ടിൻറ്റഡ് സൺസ്ക്രീൻ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ടെന്ന്. അതായത് നമ്മുടെ സൺസ്ക്രീനിൽ തന്നെ ഈ ഫൗണ്ടേഷൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്നതുണ്ട്. അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോൾ ആ ഒരു ടിന്റ് നമ്മുടെ മുഖത്ത് കാണും. അത് ഞാൻ ഇടയ്ക്ക് ഈ നമ്മുടെ ആദിൽ നൂറയുടെ കയ്യിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് നടന്നത്. പക്ഷെ ഗിസയിൽ പിന്നെയും യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. അനു നല്ല രീതിക്ക് ചെക്ക് ചെയ്തു, ഫുള്ള് ചെക്ക് ചെയ്തിട്ടൊന്നും കിട്ടില്ല. അപ്പൊ അനു പറയുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല, കാരണം വേറെ എവിടെയോ ആണ് വെച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അനുവും ഷാരികയും കൂടി ഇരുന്ന് പറയുന്നുണ്ട്, ബാക്കി ആർക്കും ഇവർക്കെതിരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, എല്ലാവർക്കും ഒരു പേടി പോലെയാണ് സംസാരിക്കുന്നത്, എന്താണെന്ന് അറിയില്ല. പക്ഷെ എനിക്കൊരു പേടിയില്ലെന്ന് പറയുന്നുണ്ട്. ശരി, നമുക്കും തോന്നിയല്ലേ. അനു മാത്രമേ സംസാരിക്കുന്നുള്ളൂ, വേറെ ആരും ഇതിനെ പറ്റി കട്ടൺ റേറ്റ് ആയിട്ടൊന്നും ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ മറിച്ച് വേറെ ഉള്ളവരാണെങ്കിൽ ഇവരെ അത് ഉടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അതായത് ഒന്നും മിണ്ടുന്നില്ല. അതെ, ഗിസയിൽ പറയുന്നത് പക്ഷെ കുശുമ്പാണെന്നാ പറയണേ. അനുവിന് കുശുമ്പുകൊണ്ടാണ് ഈ പറയുന്നത്. പക്ഷെ ഗിസയിൽ മനസ്സിലാക്കുന്നില്ല, അവര് എല്ലാം മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുകയല്ലേ. അപ്പം തിരിച്ചൊരാൾ മാത്രം ആ പ്രിവിലേജ് യൂസ് ചെയ്യുമ്പോൾ ചോദിക്കും. പുള്ളിക്കാരിക്ക് ഇത് മോഡലൊക്കെ അല്ലേ, ഇട്ടിട്ട് ഒട്ടും കംഫർട്ട് അല്ലാത്ത രീതിയായിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ആയിരിക്കും ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയും ആളുകൾ ഇതൊക്കെ കാണാൻ തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരാഴ്ച ഓക്കെ, വീണ്ടും ഇത് ഇത്രയും ഇനിയും നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇത് പിടിച്ചു വെച്ചിട്ട് അതിന്റെ വലിയ യൂസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, എനിക്കും തോന്നുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഇവരെ കാണുമ്പോൾ നല്ല പ്ലസന്റ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരുങ്ങിയൊക്കെ, ഇതൊരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിന് ആ ഒരു മണിക്കൂർ കാണുമ്പോൾ ഒരു കുളിർമ കിട്ടുക, കളർഫുൾ ആയിട്ട് ഇരിക്കുക, അതാണല്ലോ വേണ്ടത്. അതായത് കഴിഞ്ഞ സീസണിൽ അഖിൽമാരൊക്കെ ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തോരം കണ്ടന്റ് ആയിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ അഖിൽമാരുടെ കൂടെ ആരായിരുന്നു, അപ്പൊ അവരൊക്കെ എല്ലാരും ഒരുങ്ങി വരുമ്പോ നല്ല രസമായിരുന്നു. ഒരു ടാസ്കിലൊക്കെ ശോഭയുടെ സാരിക്കൊക്കെ ഫാൻസ് ആയിരുന്നു. ഇവര് ഇത്രയും കൊണ്ടുവന്നത് ഇവർക്ക് ഇട്ട് നടക്കാനല്ലേ. അപ്പൊ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് അവർക്ക് ഈ ചിലർക്കുണ്ടല്ലോ, ചില ഗേൾസിനാണെങ്കിലും ചില ബോയ്സിനാണെങ്കിലും അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ ബോഡിയിൽ തന്നെ നെഗറ്റീവ്, അല്ലെങ്കിൽ ഇപ്പം ചിലർക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോഴായിരിക്കും ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്, ചിലർക്ക് ചുണ്ട് ഭയങ്കര പിഗ്മെന്റഡ് ആയിരിക്കും, അവർക്ക് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോഴായിരിക്കും കോൺഫിഡൻസ് കിട്ടുന്നത്, ചിലർക്ക് ഇപ്പൊ ബോയ്സിനെ നോക്കണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ നര ഇഷ്ടമല്ലായിരിക്കും. ഈ ഇൻപെർഫെക്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു കാണിക്കാനായിരിക്കും എല്ലാരും ഇഷ്ടപ്പെടുന്നത്. ഈ മേക്കപ്പും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കോടാനുകോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ നടക്കുന്നതും വരുന്നതും പോകുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് അവരെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ്. മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണെങ്കിലും ഇവർ നല്ല ഭംഗിയിലൊക്കെ വന്ന് നിൽക്കുമ്പോഴല്ലേ ഒരു രസം. ഇതിപ്പം ഒന്നുമില്ല, ബിഗ് ബോസ് കോൺഫിഡൻസ് ഇല്ലാതാക്കിയിട്ട് അപ്പൊ കോൺഫിഡൻസ് ഇല്ലാക്കിയ ഗെയിം കളിക്കാൻ എങ്ങനെയാ? അതെ, ഒരു ഇതാണ് ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാലും ഇത് എന്ത് തീമാണ്, ഇതുകൊണ്ട് എന്തുകൊണ്ടാണ്. പിന്നെ കുറച്ച് വഴക്കും പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് എല്ലാം വഴക്കായിട്ട് കാര്യമില്ല. മേക്കപ്പിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളൂ? ഒരു ഗുമ്മും കാണും. അതെ, ഈ 2 ആഴ്ച ആയാലും ഇനി കൂടുതൽ ഇത് കൊണ്ടുപോവാതെ ഈ ആഴ്ചയെങ്കിലും അവർക്ക് അങ്ങ് കൊടുക്കും. ഇപ്പം ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ അടുത്ത ആവശ്യം ഇട്ടെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലായിരിക്കും ഒരു രസം. കാരണം നമ്മൾ ഈ ഇതിൽ തന്നെ ഇപ്പൊ ലാലേട്ടൻ എപ്പിസോഡിൽ തന്നെ അവരൊക്കെ ഒരുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ എന്ത് രസമായിരുന്നല്ലേ. അപ്പൊ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അവരിത് തിളങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് മിക്കവരും ഈ സോഷ്യൽ മീഡിയയിലും ഫിലിം ഇൻഡസ്ട്രിയിലും മോഡലിംഗിലും എല്ലാം തിളങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാലേ ആൾക്കാരല്ലേ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും ഇല്ലായിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഗിസയിലും അനുവും തമ്മിൽ ബെഡ്റൂമിൽ ഒരു വഴക്കടക്കുന്നുണ്ട്. അതായത് ഈ ആര്യന്റെ ബാഗ് എന്തോ ഈ
കട്ടിലിന്റെ താഴെയുള്ള ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നേരത്തും ഗിസയിൽ പറഞ്ഞു എനിക്ക് കിച്ചണിൽ കയറാനുള്ളതാ, ഏത് നേരവും വന്ന് ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടുവന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. എന്നിട്ട് ഗിസയിൽ രാത്രി 1:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ആദിലിനോട് പോയി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ നോക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ ഇങ്ങനെ അലറി കൂവി എല്ലാരെയും ഗേൾസിനെയും കൂടെ വിളിച്ചു നിർത്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു പറയുമ്പോൾ ആദിൽ പറയുന്നുണ്ട് എന്നാൽ നമുക്കത് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കുന്നത്. എന്നിട്ട് ഗിസയിൽ തന്നെ ക്യാമറയുടെ മുന്നിൽ പോയി നമ്മുടെ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ല, സത്യമായിട്ടും എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഇടയ്ക്ക് കുറച്ച് ടിന്റ് ഇടും മാത്രമേ ഉള്ളൂ, എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു, ബിഗ് ബോസ് പ്ലീസ് ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗിസയിൽ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗിസലിന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് ഇപ്പോഴും തോന്നുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ കിച്ചണിൽ കയറി പൊട്ടറ്റോ ചിപ്സ് ഓവനിൽ ചെയ്ത് ഓവനിൽ വെച്ച് അതെല്ലാം ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ട് കൂടി ഒറ്റ ആളും അറിഞ്ഞിട്ടില്ല. അതെ, അവിടെ എല്ലാവരും സോഫയിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നെവിന് ഇത് ചെയ്തിട്ട് സോഫയുടെ ബാക്കിൽ പോയി ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതില് കോമഡി എന്താന്ന് വെച്ചാല് ഓൾറെഡി ഇന്ന് കിച്ചണിൽ പറഞ്ഞതാണ് നെവിന് ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നതുകൊണ്ട് റേഷൻ കുറയുന്നു എന്ന്. ഇപ്പൊ ഇത് തമാശ ആയിരിക്കും, പക്ഷെ നെവിന് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അതെ, ഇപ്പൊ ഇത് തമാശ രീതിയിൽ കണ്ടന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് വലിയ വലിയ അടികളായി പോകണം. അവിടെ ഫുഡ് തീരുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങൾ കയറി വരാൻ പോകുന്നത്. ഏറ്റവും കോമഡി നെവിൻ അവിടെ ബിരിയാണി വെച്ചാൽ കൂടി ആരും അറിയത്തില്ല. അതെ, എല്ലാവരും ഞാൻ വിചാരിക്കോ ഇത്രയും ചെയ്ത് കോഫിയാണോ കപ്പിൽ അതും ചൂടുള്ളതാണോന്ന് അറിയില്ല കേട്ടോ, ഇട്ടിട്ട് ആള് പോയി സുഖമായിട്ട് ഇന്ന് കഴിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ തന്നെയായിരുന്നു. ഒരു ടാസ്കേ ഉള്ളൂ, ഇനി തൊട്ട് ഒരു വീക്ക്ലി ടാസ്ക് എല്ലാം കൊടുക്കുന്നതായിരിക്കും, ലോങ് ടാസ്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലേ? അത് ഈ ചെറിയ ഒരു നേരമൊക്കെ ടാസ്ക് വരുന്നുള്ളൂ, അതൊരു നമുക്ക് ലൈവ് ടാസ്ക് ഒന്നും ഇല്ല. ഇതിപ്പം മറ്റേത് വീക്ക്ലി ടാസ്ക് ഒന്ന് കാണും, ലോങ് ടാസ്ക് ഒന്ന് കാണും, ഡെയിലി ടാസ്ക് ഒരെണ്ണം കാണും ഇല്ലേ? പിന്നെ മിക്കപ്പോഴും 2 ആഴ്ച സ്പോൺസർ ടാസ്ക് വരത്തില്ല, എന്നാൽ കൂടി വീക്ക്ലി ഡെയിലി ടാസ്ക് കാണുമായിരുന്നു. ഇത് അതില്ല ഇല്ലേ? ഒരു 1 hour കൂടി ഇല്ല ഒരു ടാസ്ക്. എപ്പൊ നോക്കിയാലും അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്നു, ഷർത്തും അപ്പാനും ഷർത്തും അക്ബറും വീട്ടുകാരും അതിൽ വീഴുന്നു, ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ട് മടുത്തിന് പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് വേട്ടെ, അല്ലെങ്കിൽ കുറച്ച് നാളെ അനീഷ് ഒന്ന് പുറത്തു പോട്ടെ, ഒന്ന് ഇടയ്ക്കൊന്ന് പുറത്തു പോയി വരട്ടെ, അപ്പോഴാണ് ബാക്കിയുള്ളവരുടെ ഗെയിം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് വല്ലതും ഉടനെ കേട്ടണം, ഗെയിം അറിയാവുന്ന ആരെങ്കിലും കയറണം. എന്തായാലും വ്യാഴാഴ്ച, നാളെ വ്യാഴമാണല്ലേ? നാളെ ബുധനും വ്യാഴത്തിനും ഇടയ്ക്ക് ഒരാള് പോകുന്ന പറഞ്ഞു. അപ്പൊ നാളെ ആയിരിക്കും നാളെ കൂടെ ഉള്ളൂ ഒരു ടാസ്ക് കാണുമായിരിക്കും, ഒരാൾ ഔട്ട് ആക്കുമായിരിക്കും. അല്ല 2 ടാസ്ക് അങ്ങാണ്ടാ പറഞ്ഞത്, അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും നാളെ സംഭവ ബഹുലമായ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമെന്ന് നമുക്ക് നോക്കാം. നാളെ ആരെങ്കിലും ഇനി 2 പേര് എവിക്റ്റ് ആവുമെന്നാണ് പറഞ്ഞത്. റെഡ് സോണിൽ എന്തായാലും ഇപ്പം റെഡ് സോണിൽ ഇപ്പൊ എന്തായാലും ഇത് കുറഞ്ഞവരായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് അനീഷ് പോകുന്നു തോന്നുന്നുണ്ട്. എനിക്ക് അനീഷ് പോകണമെന്ന കാര്യം, എന്നാലേ ബാക്കിയുള്ള ഗെയിം നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അതറിയാൻ പറ്റത്തില്ല. അടുത്ത ആഴ്ച ഇത് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ എനിക്ക് സരികയോ രേണുവോ പോകണമെന്ന്, കാരണം സേഫ് ഗെയിം ആണ്, ഒന്നും തന്നെ അവിടെ ഗെയിം കളിക്കുന്നില്ല. അവരാരെങ്കിലും പോയി വരട്ടെ, പോയിരിക്കുമ്പോ അതിന്റെ ആ ഒരു സീരിയസ്നെസ് പിന്നെ എന്തെങ്കിലും ഉണ്ട്. ഇവര് വെച്ച് നോക്കുകയാണെങ്കിൽ ഒണിയലും രണയൊക്കെ എന്തെങ്കിലും ഉണ്ട്. പിന്നെ ശൈത്യം ഒന്നും ചെയ്യുന്നില്ല, ഇവരൊക്കെ ഒന്ന് പോയി വരട്ടെ. ഇപ്പൊ വന്നത് മൊത്തവും സേഫ് ഗെയിം കളിക്കുന്ന അനീഷ് വെച്ച് ബാക്കി എല്ലാവരും സേഫ് ഗെയിമാ. അപ്പൊ എന്തായാലും ഒന്ന് പോയി വട്ടെ. അതേപോലെയാണ് നിങ്ങളോട് പിന്നെയും പറയാണ്, നമ്മുടെ എവിക്ഷൻ ലിസ്റ്റിൽ ഉള്ളതിൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ളവരെ നോക്കി നിങ്ങൾ പുറത്താക്കാൻ നോക്കുക. ഗെയിം കളിക്കുന്നവർ അവിടെ തന്നെ നിർത്താൻ നോക്കുക. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഗെയിം കളിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ സമയമുണ്ട് വോട്ട് ചെയ്യാൻ. അപ്പോ നോക്കി കണ്ടും വോട്ട് ചെയ്യുക. അല്ല, ഒരുവിധം പ്രേക്ഷകർക്കെല്ലാം വീഡിയോസിനെ പറ്റിയൊക്കെ മനസ്സിലായി തുടങ്ങി. ഇപ്പൊ സേഫ് ഗെയിമേഴ്സിനെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇതൊക്കെ ആയി. അപ്പൊ എനിക്ക് തോന്നുന്ന ഈ വീക്ക് ചിലപ്പോ 3 പേരൊക്കെ പോവാ കേട്ടോ. ഇനിയിപ്പം ഈ 2 പേര് ഇങ്ങനെ പോകുന്നോണ്ട് ഇനി ഒരാളെ എവിക്റ്റ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. ലാലേട്ടൻ വന്നിട്ട് അല്ല 3 പേര് പോവുകയാണെങ്കിൽ നല്ലതാണ്. സേഫ് ഗെയിമേഴ്സ് പോയിട്ട് ചിലപ്പോ അടുത്ത ആഴ്ച ആയിരിക്കും വൈൽഡ് കാർഡിനെ കയറ്റുന്നത്. എന്തായാലും കാണുമല്ലോ, 2 ആഴ്ച കൂടുമ്പോ ഒരാൾ വരാറുണ്ടല്ലോ ആദ്യം. പിന്നെ 50 എപ്പിസോഡ് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ തുറത്തുറ വരുന്നവരുണ്ട്. അപ്പൊ എന്തായാലും വരുന്നവരൊക്കെ നന്നായിട്ട് ഗെയിം പ്രേക്ഷകരെല്ലാം രണ്ടാമത്തെ ആഴ്ചയിലെ അടിയുണ്ട് മടുത്തു. അതെ, ഇത് ബോറാണ്. നമ്മൾ ഈ പറയുന്ന കണക്കല്ല, ലൈവ് ഒക്കെ ഭയങ്കര ബോറാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതല്ലാതെ ഒരു അതിന്റെ ആ ഒരു ഓറ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വെള്ളത്തിനടി, അതെ, അങ്ങനെയുള്ള ഓരോ ചെറിയ അടി. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. തുടങ്ങിയതല്ലേ ഉള്ളൂ, 2ാമത്തെ ആഴ്ച ആയതല്ലേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല നല്ല വൈൽഡ് കാർഡുകൾ വരട്ടെ, എങ്കിലാണ് ഗെയിം ഉഷാറാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് റിവ്യൂ പറയുമ്പോഴും ആ ഒരു ഉഷാറ് കിട്ടുള്ളൂ. അതെ, ഇതിപ്പോ മൊത്തത്തിൽ ഒരു
ചീന അവസ്ഥയാണ്. അല്ലെ? അതെ, ചീന നാളെയെന്നാണ് അങ്ങനെ എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ആണ്. ആ ഒരു അതിന്റെ ഒരു ആത്മാവ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ആദ്യത്തെ 2-3 ദിവസം ഗെയിമിനെ പറ്റി ആളുകൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. ഇപ്പൊ അതും ഇല്ല. അതെ, അപ്പൊ എന്തായാലും അപ്പൊ എല്ലാരും നോക്കി വോട്ട് ചെയ്യുക. അപ്പൊ ഇതേപോലുള്ള ഡെയിലി റിവ്യൂവും റിയാക്ഷനും ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അതുവരെയ്ക്കും. പിന്നെ അതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നാളെ ഞങ്ങളുടെ ബിഗ് ബോസിന്റെ ഒരു ഇത്രയും ദിവസമുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, അപ്പൊ ഓരോരുത്തരെ പറ്റി അവരുടെ ഗെയിമിനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ആരാണ്, ഇതിൽ ഞങ്ങൾക്ക് പോണം എന്ന് ആഗ്രഹമുള്ളത് ആരാണ്, അപ്പൊ പിന്നെ ഓരോരുത്തരും എങ്ങനെയാണ് ആ ഗെയിം കളിക്കുന്നത് ഞങ്ങളുടെ ഒരു രീതിയിൽ ഇത്രയും നാളെ കണ്ട രീതിയിൽ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരാം. മാത്രമല്ല ലൈവിൽ എന്തെങ്കിലുമൊക്കെ നാളെ നടക്കുകയാണെങ്കിൽ, അതായത് വ്യാഴാഴ്ചക്കുള്ളിൽ രണ്ടുപേര് പോകുന്നതാണല്ലോ പറയണേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരും. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.